ഇന്നത്തെ വീഡിയോ പറയുന്നത് എങ്ങനെയാണ് ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ പോവുക. അവിടെ നമ്മൾ ക്രിയേറ്റ് എ ജിമെയിൽ എന്നത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് എ ജിമെയിൽ എന്ന സെർവർ ഓണായി വരുന്നതായിരിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് എ ജിമെയിൽ അക്കൗണ്ട് എന്നതിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് എടുക്കുക എന്നത്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അത് മുഴുവനായി വായിച്ചതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് എ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതാണ് ഫോർ എ പേഴ്സണൽ പർപ്പസാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് വരുന്നത് ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ടിലെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അവിടെ ചോദിക്കുന്നത്. ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഫസ്റ്റ് നെയിമായിട്ട് ഞാനിവിടെ ജീന എന്നുള്ള നെയിമാണ് അടിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നെയിമായിട്ട് ജോസഫ് എന്നുള്ള നെയിമാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ബേസിക് ഇൻഫർമേഷനായിട്ടുള്ള നമ്മുടെ യുവർ ബർത്ത്ഡേ ആൻഡ് ജെൻഡർ ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അതിൽ ആദ്യം മന്താണ് അടിക്കേണ്ടത്, ഏത് മാസമാണ് നമ്മൾ ജനിച്ചതെന്ന്. അതിനുശേഷം ഡേ അടിക്കുക. ലാസ്റ്റായിട്ട് നമ്മളതിൻ്റെ ഇയർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജെൻഡറാണ് കൊടുക്കേണ്ടത്. അവിടെ ഓപ്ഷൻസ് കാണും, ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ അടിക്കുക. പിന്നെ നമ്മൾ ചൂസ് യുവർ ജിമെയിൽ അഡ്രസ്സാണ് ചെയ്യേണ്ടത്. അവിടെ ക്രിയേറ്റ് യുവർ ഓൺ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് അഡ്രസ്സാണ് ജിമെയിൽ അഡ്രസ്സാണ് വേണ്ടത് ആ അഡ്രസ്സാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ അഡ്രസ്സ് പോലെയുള്ള ഒരുപോലെയുള്ള അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മളോട് ജിമെയിൽ പറയും. അപ്പം നമ്മൾ വേറൊരു അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം.
ഇതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ അടിക്കണം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് അടിക്കാം. ആ പാസ്വേഡ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പാസ്വേഡും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജിമെയിലിൻ്റെ പ്രൈവസി ആൻഡ് പോളിസി എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ നന്നായി സ്ക്രോൾ ചെയ്ത് വായിച്ചതിന് ശേഷം നമുക്ക് എഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ജിമെയിലിൻ്റെ ഒരു റിവ്യൂ ആണ് കാണുക. പിന്നീട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആയി വരികയാണ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ പറയുന്നത് എങ്ങനെയാണ് ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ പോവുക. അവിടെ നമ്മൾ ക്രിയേറ്റ് എ ജിമെയിൽ എന്നത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് എ ജിമെയിൽ എന്ന സെർവർ ഓണായി വരുന്നതായിരിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് എ ജിമെയിൽ അക്കൗണ്ട് എന്നതിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് എടുക്കുക എന്നത്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അത് മുഴുവനായി വായിച്ചതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് എ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതാണ് ഫോർ എ പേഴ്സണൽ പർപ്പസാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് വരുന്നത് ക്രിയേറ്റ് എ ഗൂഗിൾ അക്കൗണ്ടിലെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അവിടെ ചോദിക്കുന്നത് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഫസ്റ്റ് നെയിമായിട്ട് ഞാനിവിടെ ജീന എന്നുള്ള നെയിമാണ് അടിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നെയിമായിട്ട് ജോസഫ് എന്നുള്ള നെയിമാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ബേസിക് ഇൻഫർമേഷനായിട്ടുള്ള നമ്മുടെ എൻ്റെ യുവർ ബർത്ത്ഡേ ആൻഡ് ജെൻഡറാണ് അടിച്ചു കൊടുക്കേണ്ടത്. അതിൽ ആദ്യം മന്താണ് അടിക്കേണ്ടത്, ഏത് മാസമാണ് നമ്മൾ ജനിച്ചതെന്ന്. അതിനുശേഷം ഡേ അടിക്കുക. ലാസ്റ്റായിട്ട് നമ്മളതിൻ്റെ ഇയർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ ജെൻഡറാണ് കൊടുക്കേണ്ടത്. അവിടെ ഓപ്ഷൻസ് കാണും, ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ അടിക്കുക. പിന്നെ നമ്മൾ ചൂസ് യുവർ ജിമെയിൽ അഡ്രസ്സാണ് ചെയ്യേണ്ടത്. അവിടെ ക്രിയേറ്റ് യുവർ ഓൺ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് അഡ്രസ്സാണോ ജിമെയിൽ അഡ്രസ്സാണോ വേണ്ടത് ആ അഡ്രസ്സാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ അഡ്രസ്സ് പോലെയുള്ള ഒരുപോലെയുള്ള അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മളോട് ജിമെയിൽ പറയും. അപ്പം നമ്മൾ വേറൊരു അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ അടിക്കണം, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ക്രിയേറ്റ് എ സ്ട്രോങ് പാസ്വേഡാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് അടിക്കാം. ആ പാസ്വേഡ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പാസ്വേഡും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജിമെയിലിൻ്റെ പ്രൈവസി ആൻഡ് പോളിസി എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ നന്നായി സ്ക്രോൾ ചെയ്ത് വായിച്ചതിന് ശേഷം നമുക്ക് എഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ജിമെയിലിൻ്റെ ഒരു റിവ്യൂ ആണ് കാണുക. പിന്നീട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആയി വരികയാണ് ചെയ്യുക.